മതി. ഈ വാക്യത്തിൽ ഒരുപാട് മാർമികമായ വശങ്ങളുണ്ട്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത് എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നാം പലപ്പോഴും വായിച്ച് കേട്ടിട്ടുള്ളൊരു വാക്യമാണ്. പക്ഷെ എന്താണ് ഈ വിശ്വാസം, എന്താണ് ഈ കാഴ്ച? ഇവിടെ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത് എന്ന് പൗലോസ് പറയുമ്പോൾ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് താൻ പറഞ്ഞിരിക്കുന്നത്? അതിന് മുകളിലേക്ക് നാം കയറി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? 4-ാം അധ്യായത്തിൽ 2 കോരിന്ത്യർ 4-ന്റെ ഒടുവിലത്തെ വാക്യം അപ്പൊ കാണുന്നതിനെയല്ല ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണാത്തതിനെ അത്രേ. കാണുന്നത് താൽക്കാലികം, നൈമിഷികമാണ്. കാണാത്തതോ നിത്യം, ഇറ്റേണൽ, അല്ലെങ്കിൽ എവർലാസ്റ്റിംഗ്, നിത്യമായി നിലനിൽക്കുന്നതും തുടരുന്നതുമായ ഒന്നാണ്. അപ്പൊ പൗലോസിന്റെ കാഴ്ചപ്പാട് എന്താണ്? കാണുന്നതിനെ നോക്കിയല്ല താൻ ജീവിക്കുന്നത്, കാണാത്തതിനെയാണ്. കാരണം എന്താണ്? കാണുന്നത് താൽക്കാലികമാണ്, അത് നശിച്ചു പോകും. എന്നാൽ കാണാത്തതോ അത് ശാശ്വതമാണ്. അതെവിടെയാണ്? അത് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ട് താഴേക്ക് 5-ാം അധ്യായത്തിന് 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, കൈപ്പണിയായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്തതായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അപ്പോൾ അവിടെ അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? ഈ കൈപ്പണിയായ ഭൗമഭവനം ഏതാണ്? അത് സ്വന്തം ശരീരമാണ്. മനുഷ്യന്റെ ഈ ഭൗതികമായ ജീവിതത്തെയും ഈ ശരീരത്തെയാണ് പൗലോസ് കൈപ്പണിയായ അല്ലെങ്കിൽ കൂടാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കൈപ്പണിയായ ഈ കൂടാരം, ഈ ഭൗമഭവനം ഇവിടെ അഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈ കൂടാരത്തെ നോക്കി ജീവിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല, ഇത് ശാശ്വതമല്ല. അപ്പൊ ഈ കൂടാരത്തെ, എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്, എനിക്ക് സൗന്ദര്യമുള്ളൊരു ശരീരമുണ്ട്, ഇനി അല്ലെങ്കിൽ ദീർഘായുസ്സുള്ളൊരു ശരീരമുണ്ട്. ഈ ശരീരത്തെ ആശ്രയിച്ച് ഈ ശരീരത്തെ നോക്കി നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ഈ ശരീരം എപ്പോഴാണ് പുഴു തിന്നുന്നത്, ഇത് എപ്പോഴാണ് മരിച്ചു വീഴുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത് ശാശ്വതമല്ല. എന്നാൽ ഇതിന്റെ ഉള്ളിൽ, ഇതിന്റെ ഇന്റേണലായിട്ട് അല്ലെങ്കിൽ ആത്മീകമായിട്ട് മറ്റൊരു ശരീരമുണ്ട്. അതിനെയാണ് സ്വർഗീയ ശരീരം അല്ലെങ്കിൽ അഭൗമികമായ ഭവനം എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ ആഴമേറിയൊരു മർമ്മമാണ്. അപ്പൊ ആ ശരീരത്തെ, സ്വർഗീയ ശരീരത്തെ, വിൺ ശരീരത്തെ നോക്കിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, നടക്കുന്നത് എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് താഴെ പറയുന്നത്, ഈ ഭൗമഭവനം അഴിയുമ്പോൾ അതിന് മീതെ ഉടുക്കുവാൻ ഒരു ഭൗമികമല്ലാത്തതായ, കൈപ്പണി അല്ലാത്തതായ ദൈവത്തിന്റെ ദാനമായ നിത്യമായൊരു കെട്ടിടം, ഇറ്റേണൽ ഹോം എന്നാണ് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എവർലാസ്റ്റിംഗ് ഹോം, ശാശ്വതമായിരിക്കുന്ന ഒരു ഭവനം. ആ ഭവനത്തിലേക്ക് ഞങ്ങൾ മാറ്റപ്പെടുന്നു. അല്ലെങ്കിൽ കൈപ്പണിയായ ഭൗമഭവനം അഴിയുമ്പോൾ കൈപ്പണി അല്ലാത്തതായ നിത്യമായിരിക്കുന്ന ഒരു വീട് ഞങ്ങൾ ധരിക്കുന്നു, മീതെ ധരിക്കുന്നു. അതുകൊണ്ട് ഈ മർത്യമായത് ഉരിഞ്ഞു കളഞ്ഞിട്ട് അമർത്യമായത് ഞങ്ങൾ ധരിക്കുന്നു. താഴത്തെ വാക്യത്തിൽ, ആ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വളരെ അർത്ഥവത്തായി 2 കോരിന്ത്യർ ഈ 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ മർത്യമായത് ഉരിഞ്ഞു കളഞ്ഞിട്ട് ജീവനുള്ളതിനെ പ്രാപിക്കുന്നു എന്ന വാക്യത്തിൽ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് സോളോവിഡ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ജീവൻ മരണത്തെ വിഴുങ്ങുന്നു എന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. മരണം ജീവന് വിഴുങ്ങുകയല്ല, ജീവൻ മരണത്തെ വിഴുങ്ങുന്നു. ഒരു മർമ്മമാണത്. വളരെ ഡീപ്പായ ഒരു തോട്ടാണ്, അല്ലെങ്കിൽ തോട്ട്സ് ആണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പ്രാഥമികമായി നമുക്ക് തോന്നുമെങ്കിലും ബൈബിൾ പറയുന്നത് മരണം ജീവന് വിഴുങ്ങുകയല്ല, ജീവൻ മരണത്തെ വിഴുങ്ങി എന്നാണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങളെടുത്ത് വായിച്ചാൽ അതിൻ്റെ അർത്ഥം വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഭൗമികമായതിന് ഒന്നിനെ നോക്കിയല്ല ഞങ്ങൾ ജീവിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. റോമർ 8:24 പൗലോസ് ഇതേ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരുത്തൻ കാണുന്നതിനെ കുറിച്ച് ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? കാണുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രത്യാശിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ കാണാത്തതിനെ കുറിച്ച് പ്രത്യാശിക്കുന്നുവെങ്കിൽ ക്ഷമയോടെ
കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ കാണാത്തതിനെ കുറിച്ച് പൗലോസ് തന്റെ ലേഖനത്തിൽ, റോമാലേഖനത്തിലും കോരിന്ത് ലേഖനത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. ആയതിനാൽ ഇവിടെ കണ്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല. നമുക്കൊരു വാഹനമുണ്ട്, പക്ഷെ അത് കണ്ട് നമുക്ക് വിശ്വാസത്തിൽ മുന്നേറാൻ കഴിയുകയില്ല. നമുക്ക് കുറേ പ്രോപ്പർട്ടി കൊണ്ട് കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ പറമ്പുണ്ട്, അല്ലെങ്കിൽ ഏക്കർ കണക്കിന് നമുക്ക് സ്ഥലങ്ങളുണ്ട്, എസ്റ്റേറ്റുകളുണ്ട്, വീടുണ്ട്, ഒരുപാട് വീടുകളുണ്ട്, ധനമുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ഭൗതികമായ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. നല്ലത് തന്നെ, അത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിനെ നോക്കിക്കൊണ്ട് നിനക്ക് നടക്കുവാൻ കഴിയുകയില്ല, വിശ്വാസത്തിൽ മുന്നേറുവാനായിട്ട് കഴിയുകയില്ല. അതെല്ലാം താൽക്കാലികമാണ്, ഇന്നലെ നാളെ നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത് എന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വന്തം ശരീരത്തെ നോക്കുന്നില്ല, അതെല്ലാം കാണുന്നതാണ്. ധനത്തെ നോക്കുന്നില്ല, സ്ഥാനത്തെ നോക്കുന്നില്ല, തൻ്റെ അവസ്ഥകളെ കുറിച്ച് ഒന്നും നോക്കുന്നില്ല. മറിച്ച് കാണാത്തതിനെ കുറിച്ച് നോക്കിക്കൊണ്ട് പൗലോസ് യാത്ര ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്കൊന്ന് ആവശ്യമായിരിക്കുന്നത്. അവിടെ കാണാത്തതിനെ കുറിച്ച് താൻ നോക്കി യാത്ര ചെയ്യാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസം എന്ന വിഷയത്തെ കുറിച്ചാണ്. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. എന്താണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷ് ബൈബിളിൽ ഫെയ്ത്ത് എന്നൊരു വാക്കാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. കേവലം ഒരു വിശ്വാസത്തെ അല്ല വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന വിശ്വാസം. അതിന് കുറെ ആഴമേറിയ അർത്ഥങ്ങൾ അതിലുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ചുരുങ്ങിയത് 5 ഘടകങ്ങൾ അടങ്ങിയ ഒന്നിനെയാണ് വിശ്വാസമെന്ന് ബൈബിൾ പറയുന്നത്. പ്രത്യേകിച്ച് പൗലോസിന്റെ ദൈവശാസ്ത്രം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ഇപ്പൊ എബ്രായർ 11 നമുക്കറിയാം വിശ്വാസത്തിന് നിർവചനം. കാണാത്തതിനെ കുറിച്ചുള്ള നമ്മുടെ നിശ്ചയം, അല്ലെങ്കിൽ നമുക്ക് കാണുന്നതിനെയല്ലോ, കാണാത്തതിനെയാണോ നാം നോക്കി പാർക്കുന്നത്. അപ്പൊ വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആശിക്കുന്നതിൻ്റെ ഒരു ഉറപ്പുമാണ്. അപ്പോൾ നാം ആഗ്രഹിക്കുന്നതും കാണാത്തതുമായ കാര്യങ്ങളുടെ ഒരു നിശ്ചയമാണ്, ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ അത് മാത്രമല്ല, വിശ്വാസത്തിൽ കുറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ഞങ്ങൾ നടക്കുന്നെന്ന് പറയുമ്പോൾ ഈ സമയപരിധിക്കുള്ളിൽ ഞാൻ ചില കാര്യങ്ങൾ വേഗത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പൗലോസ് ഈ വിശ്വാസം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പിസ്റ്റിയോസ് എന്ന പദമാണ്. വിശ്വാസം എന്നതിന് ഈ ബൈബിളിൽ 3 ഗ്രീക്ക് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് പിസ്റ്റിയോസ്, PISTEOS, പിസ്റ്റിയോസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത് പിസ്റ്റിസ് എന്ന വാക്കാണ്, പിസ്റ്റിസ്. മൂന്നാമത്തെ വാക്ക് പിസ്റ്റിയോ എന്ന വാക്കാണ്. അപ്പൊ പിസ്റ്റിയോസ്, പിസ്റ്റിസ്, പിസ്റ്റിയോ, ഈ 3 വാക്കുകൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിശ്വാസമെന്നും വിശ്വസ്തത എന്നും എല്ലാം പരിഭാഷപ്പെടുത്തുന്ന ഒന്നാണ്. പക്ഷെ അതെല്ലാം ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ പിസ്റ്റിയോസ് എന്ന വാക്ക് പൗലോസ് ഉപയോഗിക്കുമ്പോൾ ആ വാക്കിനെ ഓൺസ് ഫെയ്ത്ത്ഫുൾനെസ് എന്നും അല്ലെങ്കിൽ കവനന്റ് ലോയൽറ്റി എന്നും പരിഭാഷപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ലോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൃഢവിശ്വാസം, വിശ്വസ്തത എന്നാണ് ലോയൽറ്റി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ ഇവിടെ പിസ്റ്റിയോസ് എന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുകയാൽ ആയതിനാൽ അതിൽ ചില ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് വിശ്വസ്തതയാണ്. വിശ്വസ്തയോട് കൂടിയ വിശ്വാസം, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് വിശ്വാസം ഉണ്ടാകാം, പക്ഷെ വിശ്വസ്തതയുണ്ടോ? വിശ്വസ്തതയില്ലാത്ത വിശ്വാസം കൊണ്ട് വലിയ പ്രയോജനമില്ല. ദൈവം പ്രസാദിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസ്തത ഉണ്ടായിരിക്കണം. അത് ശുശ്രൂഷകന്മാർക്ക് വിശ്വസ്തത ഉണ്ടായിരിക്കണം, വിശ്വാസികൾക്കും വിശ്വസ്തത ഉണ്ടായിരിക്കണം. 12-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. എന്താ വാക്യം? വിശ്വസ്തത മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. കാരണം ദൈവം വിശ്വസ്തനാണ്. ധാരാളം വാക്യങ്ങൾ ബൈബിളുണ്ടല്ലോ, ദൈവം വിശ്വസ്തൻ. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൽ പൗലോസിന് കാര്യം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ, ദൈവം വിശ്വസ്തൻ എന്ന് പറയുന്നു. അപ്പൊ വിശ്വാസം എല്ലാവർക്കും ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ വിശ്വസ്തയോട് കൂടിയ വിശ്വാസം ഉണ്ടാകണം. അവിടെയാണ് അതിന്റെ മർമ്മം ഇരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വിശ്വാസം ഉണ്ടാകാം, പക്ഷെ എല്ലാ വിശ്വാസങ്ങളും ദൈവം സ്വീകരിക്കുന്നില്ല. വിശ്വസ്തയോട് കൂടിയ വിശ്വാസം നിനക്കുണ്ടോ നമുക്കുണ്ടോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്, എബ്രായ ഭാഷയിൽ അല്ലെങ്കിൽ പഴയ നിയമകാലത്തെ വിശ്വാസികളുടെ പിതാവാണല്ലോ അബ്രഹാം.
നമുക്കറിയാം അബ്രാഹാം വിശ്വാസത്തിന്റെ പിതാവാണ്. അബ്രാഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വേഗം എടുത്ത് വായിക്കുക. മതി. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അവന്റെ ആ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? അതിൽ തോറയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് സെന്റൻസ് ഇപ്രകാരമാണ്: അബ്രാഹാം അഡോണയിൽ ആശ്രയിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അബ്രാഹാം അഡോണയിൽ ആശ്രയിച്ചു. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസ്തതയുണ്ട്, 2 ആശ്രയമുണ്ട്. ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള ആശ്രയം, അതാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസം മാത്രം പോരാ, ആശ്രയം ഉണ്ടാകും. അപ്പൊ ഇവിടെ അബ്രാഹാം അഡോണയിൽ ആശ്രയിച്ചു എന്ന തോറയിൽ എഴുതിയിരിക്കുന്നത്. വിശ്വസിച്ചു എന്നല്ല, എന്ന് കരുതി വിശ്വാസം ഇല്ല എന്നല്ല, ആശ്രയത്തോടു കൂടിയ വിശ്വാസം. ഇനി എബ്രായ ഭാഷയിൽ വിശ്വാസം എന്നതിന് യമുന എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യമുന എന്ന് പറയുന്ന നദിയുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ആ യമുനയല്ല, അതിൻ്റെ സ്പെല്ലിങ് EMUNAH, യമുന. ഈ വാക്കാണ് എബ്രായ ഭാഷയിൽ വിശ്വാസം എന്നതിൽ കൊടുത്തിരിക്കുന്നത്. അതിലെന്തുണ്ട്? ആശ്രയമുണ്ട്, അതിൽ വിശ്വസ്തതയുണ്ട്, അതിൽ പ്രതിജ്ഞയുണ്ട്, അതിൽ ഉടമ്പടിയുണ്ട്, അതിൽ നല്ല വിശ്വാസമുണ്ട്. ഇതെല്ലാം അടങ്ങിയതാണ് ഫെയ്ത്ത്, അല്ലെങ്കിൽ ഈ പിസ്റ്റിയോസ്, അല്ലെങ്കിൽ വിശ്വാസം എന്ന് ഇവിടെ പൗലോസ് വിവക്ഷിച്ചിരിക്കുന്നു. ഇത് അബ്രാഹാമിൽ ഉണ്ടായിരുന്ന അതേ വിശ്വാസം നമുക്കുണ്ടാകണം. ഇന്ന് ഒരുപാട് പേർക്ക് പല വിശ്വാസങ്ങളുണ്ട്. ഈ വിശ്വാസങ്ങളൊന്നും വേദശാസ്ത്രപരമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. ബൈബിൾ പറയുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൽ 5 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലെന്താണ്? 1 വിശ്വസ്തത, 2 പ്രതിജ്ഞ, 3 ഉടമ്പടി, 4 നല്ല വിശ്വാസം, 5 ആശ്രയം. ഈ പിസ്റ്റിയോസ് അല്ലെങ്കിൽ പിസ്തോസ്, ഈ വാക്കിനെല്ലാം ഞാൻ ഈ പറയപ്പെട്ട 5 അർത്ഥങ്ങൾ അടങ്ങിയതിനെയാണ് വിശ്വാസം എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേവലം ഒരു വിശ്വാസത്തെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൗലോസ് പറയാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത് പറയുമ്പോൾ ഈ 5 കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. 2 തീമോത്തി 2:12 പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഇനി ഈ പിസ്റ്റിയോസ് എന്ന വാക്കിന് ഉറപ്പ് എന്നുകൂടി അർത്ഥമുണ്ട്. ഉറച്ച വിശ്വാസം, വർദ്ധിക്കുന്ന വിശ്വാസം, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. പൗലോസ് ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, വിശ്വാസത്തിൽ ഉറച്ചും. തെസ്സലോനിക്കയിൽ പൗലോസ് പറയുന്നു, തെസ്സലോനിക്കരെ നിങ്ങൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു വന്നതിനാൽ. അപ്പൊ വിശ്വാസത്തിൽ ഉറപ്പുണ്ടാകണം, വിശ്വാസത്തിൽ വർധന ഉണ്ടാകണം, വിശ്വാസത്തിൽ ആശ്രയമുണ്ടാകണം. ഇതെല്ലാം വിശ്വാസത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഓരോ ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉണ്ടായിരിക്കണം. അപ്പൊ അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചെന്ന് പറയുമ്പോൾ അബ്രാഹാം ദൈവത്തിൽ ആശ്രയിക്കുകയായിരുന്നു ചെയ്തത്. ഞാൻ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും പ്രത്യാശിക്കുകയും ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ ഈ ദൈവം എൻ്റെ മരണത്തിനപ്പുറവുമായി എന്നെ സംരക്ഷിപ്പാൻ, കാത്തു സൂക്ഷിക്കുവാൻ, തീറ്റിപ്പോറ്റുവാൻ, എൻ്റെ സകലവും സർവസ്വവുമായ ഈ അഡോണായി അല്ലെങ്കിൽ ഈ ദൈവം എനിക്ക് മതിയായവനെന്ന് താൻ അടിയുറച്ച് വിശ്വസിച്ചു എന്നാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ചില യമുനകൾ നമുക്ക് ആവശ്യമാണ്. ഇതുപോലെയുള്ള വിശ്വാസം ആണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വിശ്വാസത്തിൽ എന്തെല്ലാം ഉണ്ട്? ആശ്രയമുണ്ട്, വിശ്വാസമുണ്ട്, പ്രതിജ്ഞയുണ്ട്. അപ്പോൾ പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? സാധാരണ ഒരാൾ ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്താണ് അധികാരം ഏറ്റെടുക്കാറ്. അപ്പം നമുക്കൊരു അധികാരമുണ്ട്, അല്ലെങ്കിൽ നാം ദൈവവുമായിട്ട് അതിന് നേർച്ച എന്നൊരു സാധാരണ നാടൻ ഭാഷയിൽ പറയാം. നാം ദൈവവുമായിട്ടൊരു നേർച്ച നേർന്നു.
ഒരു പ്രതിജ്ഞ ചെയ്തു. ആ ദൃഢപ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ വേണം നാം മുൻപോട്ട് പോകുവാൻ. അപ്പം നമുക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം. നാം തത്വാധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. ഞാൻ ആരെയാണോ വിശ്വസിച്ചിരിക്കുന്നത്, അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന കർത്താവിനെ പ്രസാദിപ്പിച്ച് അവന് വേണ്ടി അധ്വാനിച്ച് അവന് വേണ്ടി ജീവിച്ച് അവന് വേണ്ടി മരിക്കുക. ഇതായിരുന്നു പൗലോസിന്റെ പ്രിൻസിപ്പിൾ. അതാണ് നമുക്ക് ആവശ്യം. നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നു. അത് റോമാലേഖനം 14-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇനി ഉടമ്പടിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഉടമ്പടി എന്തിനെയാണ് അർത്ഥമാക്കുന്നത്? 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അഥവാ ഒരു കവനന്റ്, ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു. എന്താ ഉടമ്പടി? നാം ക്രിസ്തുവിന്റെ ആത്മീക മണവാട്ടിയാണ്. ആ ആത്മീക മണവാട്ടി എന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം വരെ, വേളി നടക്കുന്നത് വരെ, വിവാഹം നടക്കുന്നതുവരെയും കന്യകയായ സഭ പരിശുദ്ധമായി ശുദ്ധയും ശുഭ്രവുമായി നിലയിൽ വിശുദ്ധി പാലിച്ച് മണവാളന് വേണ്ടി കാത്തിരിക്കണം എന്നാണ് ഈ ഉടമ്പടി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവായിട്ട് ഒരു ഉടമ്പടി ചെയ്തിരിക്കുക. ഈ ഉടമ്പടി തെറ്റിക്കുവാനായിട്ട് പാടില്ല. പഴയ നിയമപ്രകാരമാണെങ്കിലും പുതിയ നിയമപ്രകാരമാണെങ്കിലും ദൈവവുമായിട്ടും മനുഷ്യരുമായിട്ടും ഒരു കവനന്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, എഗ്രിമെന്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ മരണം വരെ ഈ ഉടമ്പടി തെറ്റിക്കാൻ പാടില്ല. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. അതിന് ധാരാളം തെളിവുകൾ ബൈബിളിലുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അതുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിക്കുക, ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം, ഇതെല്ലാം ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ. എബ്രായർ 10-ാം അധ്യായത്തിന്റെ 38-39 വാക്യം. എന്താണ് ആ വാക്യം? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ വിശ്വസിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തിലാണ്, അല്ലാതെ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല എന്ന് പൗലോസ് പറയുകയാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ യേശുവിനെ കർത്താവിൽ വിശ്വസിച്ചു അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ ഇറങ്ങിയാൽ ആ ഭക്തന് ആവശ്യമുള്ളതെല്ലാം ദൈവം കാലാകാലങ്ങളിൽ സമയങ്ങളിൽ തരും എന്ന ഒരു ഉറച്ച വിശ്വാസമാണ്. അതിലെന്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഉൾപ്പെടുന്നു. വിശ്വസ്തത, ആശ്രയം, പ്രതിജ്ഞ, ഉടമ്പടി എല്ലാം ഉൾപ്പെടുകയാണ്. ദൈവം എന്നെ നടത്തിക്കൊള്ളും, ദൈവം എന്നെ പോറ്റിക്കൊള്ളും. മറിച്ചൊരു ചിന്തയില്ല. അങ്ങനെ പോകുന്നവരെ ദൈവം നടത്തും, നിശ്ചയമായിട്ടും നടത്തും. അതാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലെ വാക്യമാണ് ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ പഴയ നിയമത്തിലെ ആ വാക്യത്തിന് പുതിയ നിയമത്തിനും പ്രസക്തിയുണ്ട്. അതിന് പ്രകാരം തന്നെ അതിൻ്റെ ഘടനയ്ക്ക് യാതൊരു മാറ്റവുമില്ല. പുതിയ നിയമകാലത്തെയും വിശുദ്ധന്മാർ, ഭക്തന്മാർ, നീതിമാന്മാർ ഇതേ വിശ്വാസത്തിൽ, ഇതേ കാഴ്ചപ്പാടിൽ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഇന്ന് എത്ര പേർക്ക് ഈ വിശ്വാസമുണ്ട്? ദൈവത്തിൽ ആശ്രയമില്ല, ദൈവമായിട്ട് ഉടമ്പടിയില്ല, ദൈവമായിട്ട് പ്രതിജ്ഞയില്ല, ഒരു നല്ല വിശ്വാസം കാഴ്ചവെക്കാൻ പോലും കഴിയാത്ത ശരാശരി വിശ്വാസി എന്ന പേരിൽ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് സഭാംഗങ്ങൾ ഈ വേർപെട്ട സഭാ സമൂഹത്തിൽ തന്നെ ഉണ്ട് എന്ന കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അതല്ല പൗലോസ് ഇവിടെ പറയുകയാണ് കാഴ്ചയാലല്ല വിശ്വാസത്തിൽ അത്രേ ഞങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഈ നീതിമാന്മാരായി ദൈവഭക്തന്മാരായി നമ്മിൽ വിശ്വസ്തതയും പ്രതിജ്ഞയും ഉടമ്പടിയും നല്ല വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും വിശ്വസ്തതയെല്ലാം നമുക്ക് ആവശ്യമാണ്. വിശ്വസ്തതയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ, ഗ്രഹവിചാരകന്മാരിൽ അവൻ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തന്മാരായിരിക്കണമെന്നുള്ളൂ. ഗ്രഹവിചാരകന്മാർ പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ പാസ്റ്റേഴ്സിന്, സഭാ ശുശ്രൂഷന്മാർക്ക് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു സഭാ ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷകന് വിശ്വാസമുണ്ടാകാം, നല്ലത്. പക്ഷേ ശുശ്രൂഷകന് വിശ്വസ്തത ഇല്ലെങ്കിലോ, വിശ്വസ്തതയില്ലാതെ പ്രവർത്തിച്ചാൽ ആ വിശ്വാസത്തിൽ ഒരുപാട് പാകപ്പിഴകൾ, താളപ്പിഴകൾ, അപാകതകൾ ഉണ്ടാകാം. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ, വിശ്വാസികളുള്ള ബന്ധത്തിൽ തങ്ങളുടെ ശുശ്രൂഷകൻ വിശ്വസ്തനായിരിക്കണം എന്നുള്ളതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിശ്വസ്തത കൂടി ഒരു ശുശ്രൂഷകൻ സഭയെ നയിച്ചാൽ, പരിപാലിച്ചാൽ അത് സഭയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട്. അതാണ് ഗ്രഹവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നത് എന്തായിരിക്കണം?
അവർക്ക് കുറച്ച് പണം ഉണ്ടാകണമെന്നല്ല, അവർ വലിയ ജ്ഞാനികളാകണമെന്നല്ല, അവർ വിശ്വസ്തന്മാരായിരിക്കണം. അപ്പോൾ പൗലോസിന് ഈ വിശ്വസ്തതയ്ക്ക് പൗലോസ് വലിയ പ്രാധാന്യം നൽകുന്നു. തൻ്റെ അരുമ ശിഷ്യനായ തീമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 തീമോത്തിയോസ് 2:2 വായിക്കുമ്പോൾ, തീമോത്തിയോസേ, ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ അത് മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥന്മാരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. വാക്യം അങ്ങനെയുണ്ട്. അപ്പൊ പൗലോസ് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങള്, നിർദ്ദേശങ്ങള്, പത്യവചനങ്ങൾ എന്തായിരിക്കണം? അത് ആരെയാ ഫലമേൽപ്പിക്കേണ്ടത്? സഭയിൽ ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കാനല്ല പറയുന്നത്, സഭയിലെ വിശ്വസ്തന്മാരായ ആളുകളെ വേണം ഏൽപ്പിക്കാൻ. അപ്പൊ ഇന്ന് ഈ അവിശ്വസ്തത ഇന്നത്തെ വേർപെട്ട സഭകളിൽ ഒരുപാട് വ്യാപിച്ചു വന്നുകൊണ്ടിരിക്കുക. പണസംബന്ധമായ കാര്യങ്ങളിൽ വിശ്വസ്തതയില്ല, സത്യസന്ധതയില്ല. അതാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ സഭയിൽ പണം വർദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ പണം വർദ്ധിക്കുമ്പോൾ, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അവിടെ വിശ്വസ്തതയ്ക്ക് കുറവ് വരുന്നതായിട്ടാണ് ഇന്നത്തെ പ്രായോഗിക ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. പക്ഷേ ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യങ്ങളിലും നാം ആയിരുന്നാലും വിശ്വസ്തത എന്നുള്ളത് നാം മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. അവിശ്വസ്തന്മാരായിരിക്കുവാനായിട്ട് പാടില്ല. അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ധാരാളം ദൃഷ്ടാന്തങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. യെശയ്യാ പ്രവചനം 38-ാം 2-ാം വാക്യത്തിൽ ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ച് മരിക്കാറായി കിടക്കുകയാണ്. അപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീ മരിക്കും, നിശ്ചയമായി മരിക്കും, നീ ജീവിച്ചിരിക്കില്ല എന്ന്. അങ്ങനെ പ്രവാചകൻ വന്ന് പറഞ്ഞിട്ട് പോയ ശേഷം ഹിസ്കിയാവ് വളരെ സങ്കടത്തോടെ ചുമരിനോട് മുഖം തിരിച്ച് താൻ നിലവിളിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥനയാണ്. യഹോവേ, ഞാൻ നിന്റെ മുൻപാകെ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ നടന്ന് നിനക്ക് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്തിരിക്കുന്നു എന്ന് ഒന്ന് ഓർക്കണമേ എന്ന് താൻ അപേക്ഷിച്ചപ്പോൾ ദൈവം പ്രവാചകനെ തിരിച്ചു വിളിച്ച് മടക്കി പറഞ്ഞയച്ചു, നീ വീണ്ടും ഹിസ്കിയായുടെ അടുക്കൽ നിന്ന് പറയുക, നീ മരിക്കയില്ല, നിന്റെ വിശ്വസ്തതയ്ക്കും സത്യസന്ധതയ്ക്കും നീ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന്റെ വഴികളിൽ നടന്നതുകൊണ്ട് ഒരു 15 കൊല്ലം കൂടി ഞാൻ നിന്റെ ആയുസ് ദീർഘിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഹിസ്കിയാവ് വീണ്ടും 15 കൊല്ലം താൻ ജീവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെന്താ കാരണം? വിശ്വസ്തത. ദൈവത്തെ പ്രസാദിപ്പിച്ചു, പരമാർത്ഥ ഹൃദയത്തോടെ, സത്യസന്ധമായ ഹൃദയത്തോടെ പ്രവർത്തിച്ചതുണ്ട്. അപ്പൊ ഏത് കാലത്തുമുള്ള ഭക്തന്മാരെ കുറിച്ച്, ഭരണകർത്താക്കളെ കുറിച്ച്, ശുശ്രൂഷകന്മാരെ കുറിച്ച്, രാജാക്കന്മാരെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? വിശ്വസ്തന്മാരായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ വിശ്വസ്തതയ്ക്ക് ദൈവം ഒരു വലിയ വിലയാണ് തരുന്നത് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതായതിനാൽ ദൈവം വിശ്വസ്ത മനുഷ്യരെ തിരയാണ് സഭയിൽ. അതാണ് പൗലോസ് പറഞ്ഞത്, തീമോത്തിയോസേ, സഭയിലെ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. ഇത് സ്ത്രീകൾക്കും ഭാഗമാകട്ടോ. 2 തീമോത്തി 3-ാം അധ്യായത്തിൽ പറയുന്ന സമയം പോയതുകൊണ്ട് ഞാൻ വാക്കിനെടുത്ത് വായിക്കുന്നില്ല. സ്ത്രീകളും ധനശാലികളും വിശ്വസ്തരുമായിരിക്കണമെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പൗലോസ് ഈ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ, പിസ്റ്റിയോസ് എന്ന് പറഞ്ഞാൽ അതിൽ 5 ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത് 1 വിശ്വസ്തത, 2 പ്രതിജ്ഞ, 3 ഉടമ്പടി, 4 നല്ല വിശ്വാസം, 5 ആശ്രയം. ഇതെല്ലാം ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടത്. ആയതിനാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ നിലയിൽ ഒന്ന് ഉറപ്പിക്കുവാൻ, ഒന്ന് വർദ്ധിപ്പിക്കുവാൻ, നമുക്ക് ഒന്ന് ശക്തിപ്പെടുത്തുവാൻ കഴിയണം. ഈ അബ്രഹാമിന്റെ വിശ്വാസത്തോടനുബന്ധിച്ച് റോമാലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അവൻ വിശ്വാസത്തിൽ അവിശ്വാസിയാകാതെ, ക്ഷീണിക്കാതെ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. ആ വിശ്വാസമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അതാണ് വാസ്തവം. ആശയ്ക്ക് യാതൊരു സ്കോപ്പും ഇല്ലാതിരിക്കെ അബ്രഹാം ആശയോട് വിശ്വസിച്ചു. വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ അഡോണയിൽ ആശ്രയിച്ചു. ഈ ഒരു ആശ്രയം, ഈ ഒരു വിശ്വസ്തത, ഈ വിശ്വാസം നമ്മിലുണ്ടാകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കിൽ വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.